നമുക്കേ ഒരു ഡേ ട്രിപ്പായിട്ടോ ഇനി അതല്ലെങ്കിൽ ഒരു 1-2 നൈറ്റ് സ്റ്റേക്കായിട്ടോ തിരഞ്ഞെടുക്കാവുന്ന തെക്കൻ കേരളത്തിലുള്ള ഒരു സ്ഥലമാണ് വർക്കല ബീച്ച്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു അറിവായിരിക്കും, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരുപാട് ചെറിയതും വലിയതുമായിട്ടുള്ള റിസോർട്ടുകളുണ്ട്, അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ധാരാളം യൂറോപ്യൻസ് ഫോറിനേഴ്സൊക്കെ ധാരാളം വരുന്ന സ്ഥലമാണ്. വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്. നല്ല സമാധാനമായിട്ട് താമസിക്കാൻ സ്റ്റേ ചെയ്യാൻ പറ്റിയ സാഹചര്യങ്ങളുണ്ട്. അതുപോലെ നല്ല റെസ്റ്റോറൻറ്റുകളുണ്ട്, പലതരത്തിലുള്ള റിസോർട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ബഡ്ജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല സമയം നമുക്കൊരു നൈറ്റ് അവിടെ ഈവനിങ് ആണ് അവിടെ കൂടുതൽ ആക്റ്റീവ് ആവുക, ഹാപ്പനിങ് ഒക്കെ ഉണ്ടാകുന്ന അവിടെ ഈവനിങ് ആണ്. അപ്പോൾ ഒരു ഈവനിങ് നിൽക്കാൻ പറ്റി സ്പെൻഡ് ചെയ്യാൻ പറ്റിയാൽ വളരെ നന്നായിരുന്നു. അപ്പോൾ അതിനവിടെ റിസോർട്ട് എടുത്ത് സ്റ്റേ ചെയ്യണം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ രാവിലെ പോയിട്ട് വൈകിട്ട് തിരിച്ചു വരാവുന്ന അങ്ങനെയാണെങ്കിലും പറ്റും. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് വെക്കേഷൻ കാലങ്ങളിലൊക്കെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെയുണ്ട്, അതിനുള്ള സാഹചര്യങ്ങൾ അവിടെയുണ്ട്. പിന്നെ ചില മാസങ്ങളിൽ, അതായത് ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ ഒരുപാട് വെള്ളം കയറി വരുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ചില നിയന്ത്രണങ്ങളുണ്ടെന്ന് ഒഴിച്ചാൽ അവിടെ മിതമായ നിരക്കിൽ ഇതുപോലെ ഒരുപാട് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അങ്ങനെ രാവിലെ പോയിട്ട് വൈകിട്ട് മടങ്ങി വരാം. ഇനി അതല്ലെങ്കിൽ ഒരു നൈറ്റെങ്കിലും നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സൺറൈസും സൺസെറ്റും ഒക്കെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഒരുപാട് ആക്റ്റീവ് ഹാപ്പനിങ് പ്ലേസാണ് ഈവനിങ്സിലൊക്കെ വർക്കല ബീച്ച്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ യാത്രാ പട്ടികയിൽ ഒരു ലിസ്റ്റിൽ ഒരു സ്ഥലം ആഡ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ എൻജോയ് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ പോയിരുന്നു. ഞങ്ങൾ രാവിലെ പോയിട്ട് വൈകിട്ട് മടങ്ങുകയാണ് ചെയ്തത്. പക്ഷേ അവിടെ ചെല്ലേണ്ടത് വെയിലാറി തുടങ്ങുമ്പോഴാണ് ചെന്ന് പിറ്റേ ദിവസം ലഞ്ചൊക്കെ കഴിഞ്ഞ് മടങ്ങുമായിരിക്കും കൂടുതൽ ഉചിതം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്.